അങ്ങനെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കുമാരനെ സ്വീകരിക്കുവാനും കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിവിടെ നിൽക്കുന്ന സഭയിൽ ജനതാമിയെ സ്തുതിക്കുവാനും അകപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാ സ്വത്താവാകുന്നു സുജീവനാഥായ നയിക്കും. പാടുന്നു ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റൊരു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമകനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ആത്മാക്കളെ രക്ഷിക്കുന്നവന് ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. എപ്പോഴും അങ്ങേക്ക് സുതികളുടെയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെടുകയാകുന്നു. സുതിന്റെയും നാഥായ നയിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലനം സർവേശ്വര, പരിപാലനം ബലവാനേ, പരിപാലനം സാമർത്ഥ്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന വിശുദ്ധനും സുത്തനും ബലവാനും അമർത്തിനവന് അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിൽ എപ്പോഴും കാണിക്കുകയും ചെയ്യണമേ. രാമം മുതലും വിശുദ്ധാത്മമായ സർവേശ്വരായ നയിക്കും. കർത്താവായ ദൈവമേ, അങ്ങനെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരന്ന സ്നേഹവും ശരണവും രക്ഷയും അതിൽ ഫലമണിയുന്നതിനും നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങനെ കാര്യത്താലും അന്ത്യതല സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ നയിക്കും. സഹോദരരെ, നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9 മുതലുള്ള തിരുവചനം. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവേൻ, നന്മയെ മുറുകെ പിടിക്കുവേൻ. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നോട്ട് നിൽക്കുവിൻ. തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ. കരയുന്നവരോടുകൂടെ കരയുവിൻ. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർദ്ധിക്കുവിൻ. ഔദിത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ. ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടയക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. മാത്രമല്ല, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവന്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, ഭാവിയായ മറിയം അവിടുത്തെ സരസ്യം സുന്ദരം പൂശിയപ്പോൾ അങ്ങനെ പ്രസരിച്ച കൃത്യമായ പരിമളം ഇത് നിർമ്മലാകട്ടെ. അത് ഉപകാരത്തിൽ നിങ്ങളുടെയും ബാഹുടെയും മോചനത്തിനുമായി ഇതോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സദയം നാഥായ നയിക്കാം. ആമേൻ. വിശ്വാസികളെ കേൾപ്പിൻ, സൗഖ്യമുയരും പകരും മൊഴികൾ പോരാ. ദൈവകുമാരൻ നരനായി നമ്മെ പൂജിതരാക്കി. ഈ മൊഴി നിങ്ങൾ തേടി ഭാഗ്യം നിറയും വലിയൊരു നിധിയോടെ. ഈ സത്യന്തം ജീവൻ നൽകും ഔഷധമല്ലോ. നമുക്ക് പ്രതാപത്തിൽ നിന്ന് പെട്ട സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അറിയിച്ച കർത്താവേ ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഇതിന് ശേഷം യഹൂദരുടെ തിരുനാളിന് ഈശോ ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ കവാടത്തിനടുത്ത് എബ്രായ ഭാഷയിൽ ബെസ്തദ എന്ന് വിളിക്കുന്ന കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുളന്തരും നളവളക്കരുമായ അനേകം രോഗികൾ കണ്ടിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് ഈശോ കണ്ടു. അവൻ വളരെ നാളായി കിടക്കുകയാണെന്ന് അറിഞ്ഞ് ഈശോ ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവെ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കും. ഈശോ അവൾ പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്കുക. അവൻ ദർശനം സുഖം പ്രാപിച്ച് കിടക്കിയെടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു. അതിനാൽ സുഖം പ്രാപിച്ച മനുഷ്യനോട് യേശു പറഞ്ഞു, ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ നോടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയിൽ നടക്കുക എന്നോട് പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, കിടക്കയിൽ നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവൾ ഉണ്ടായിരുന്ന നിലക്കുളത്തിൽ ഈശോ മറന്നു കഴിഞ്ഞതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ച് അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഈശോ ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്തത്. അവൻ പോയി ഈശോയാണ് തന്നെ സുഖപ്പെടുത്തിയെന്ന് യഹൂദരെ അറിയിച്ചു. സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ ഈശോയെ അന്വേഷിച്ചു. ഈശോ അവിടെ പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നതാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഇതുപോലെ അവിടുത്തെ വധിക്കുവാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവിടുന്ന് സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്റെ പിതാവേ എന്ന് വിളിക്കുകയും ചെയ്തു.